രാവിലെ എല്ലാരും ഒന്ന് കാണണമെന്ന് തോന്നി, ഞങ്ങൾ ഇനി പോകുന്നു. അതിനെന്താ, നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും വരാലോ. അയ്യോ ചേച്ചി, അടിപൊളി സാരിയാണല്ലോ. നീ തുടക്കല്ലേ? വാ മക്കളെ. സാധാരണ കെട്ടിച്ചു വിട്ട മൂന്നാം പക്കം ആരെങ്കിലും ചെന്ന് വിരുന്നിന് കൂട്ടിക്കൊണ്ട് വരിക പതിവ്. അല്ലാതെ പിറ്റേ ദിവസം നേരം പുലരും മുമ്പ് അച്ചുവീട് അന്വേഷിച്ചു വരുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അച്ചു വീട് വിരുന്ന്, നീ ആരുടെ കാര്യം ഈ പറയുന്നത്? എന്താ രണ്ടുപേരും കൂടി മുറിക്കാത്തൊരു സംസാരം? നീ എന്താ, നീ മാത്രമല്ലോ? ഞാൻ മാത്രല്ല, ചേട്ടനുണ്ട്. ഞങ്ങക്ക് രാവിലെ ഇങ്ങോട്ട് പോരണമെന്ന് തോന്നി. ഞങ്ങളുടെ നാട്ടു നടപ്പനുസരിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ആരെങ്കിലും വരും, എന്നിട്ടേ ചെല്ലും. ഞങ്ങൾ അതൊന്നും നോക്കില്ല. സ്വന്തം വീട്ടിൽ വരുന്നതിന് എന്ത് നാട്ടു നടപ്പ് നോക്കാനാ? എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? ഓ, നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞുകൂടണേ? കാറ്റും വെളിച്ചം കടക്കാത്ത ഈ കുടിസ റൂമില് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും. എന്താ ഈ AC യുടെ തണുപ്പ്? സത്യത്തിൽ ജലദോഷം പിടിച്ചു. അത് AC റൂമിൽ താമസിച്ച് പരിചയമില്ലാഞ്ഞിട്ടാ. ആഹാ, രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ട് നിൽക്കുക. കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, വാ. ആ ചേട്ടത്തി ചെല്ല്, ഞാൻ സാറിനെ വിളിക്കാം. സാറോ? ഞാനത് ഓർത്തില്ല. എല്ലാരും പുള്ളിക്കാരനെ അങ്ങനെയാ വിളിക്കാറ്. പ്രഭാവതി വിളിച്ചത് ആ പഴയ സ്നേഹയാണെന്നുള്ള ഓർമ്മയില്ല അല്ലേ? ഭാര്യയാണെന്ന് എപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. പ്രേമൻ എന്തിയെ? നിന്റെ പ്രേമനും ഇവളുടെ സാറും ഒക്കെ അവിടെ ഉണ്ട്. രണ്ട് പെണ്ണുങ്ങൾ കൂടിയാ പിന്നെ സംസാരിക്കാൻ ഉള്ളി പൊളിക്കുന്ന കാര്യം മതി. എന്താ രണ്ടുപേരും? ഒന്നുമില്ല, എനിക്കറിയാൻ മേലാത്ത കുറെ കാര്യങ്ങള് ചേട്ടത്തി ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഈ ചേട്ടത്തി എന്ന വിളി ഒന്ന് ഒഴിവാക്കാവോ? പ്രഭയേക്കാൾ പ്രായക്കൂടുതലൊന്നും എനിക്കില്ല. നാട്ടു നടപ്പനുസരിച്ച് ചേട്ടന്റെ ഭാര്യയെ ചേട്ടത്തിന്നാ വിളിക്കാറ്. ഇഡലിയോ? ഇതെനിക്കിഷ്ടമല്ല. ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡ് ടോസ്റ്റും പുൾസയും എനിക്ക് നിർബന്ധം. മോളത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതും കൂടി കരുതിയെന്നെ. എനിക്കും രാവിലെ ഇഡ്ഡലി ഇഷ്ടമല്ല. അമ്മേ, നല്ല പഴങ്കഞ്ഞി ഇരിപ്പുണ്ടോ? ഈ ചേട്ടന്റെ കാര്യം തമാശ. തമാശ ഒന്നും അല്ലടി അമ്മഞ്ഞടുത്ത്. ഈ പഴങ്കഞ്ഞിയിലേക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് 2 കാന്താരി മുളക് എടുത്തിട്ട് ഞെരടി കുറച്ച് അച്ചാറും ചമ്മന്തിയും കൂടെ കുഴച്ചങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ. ഓ, അത് കേട്ടപ്പോഴേ എന്റെ വായിന്ന് വെള്ളമൂറും. എന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അത് തന്നെയാ. നിനക്ക് വേണേ കുറച്ച് കഴിച്ചോടി, നാണക്കേടൊന്നുമില്ല. പിന്നെ നമ്മളാരും അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചു വളർന്നത്. അല്ല, പ്രേമേന്ദ്രൻ ഇഡ്ഡലിയാണോ അതോ പഴങ്കഞ്ഞിയാണോ? ഞാനിപ്പോ വരാം. ആ, നീ കണ്ടോ, ചേട്ടത്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓ, ആ പഴങ്കഞ്ഞി എത്തിയല്ലോ. ഇങ്ങോട്ട് വെച്ചോളൂ. ആ, എന്താ അവന്റെ ഒരു സ്റ്റൈല്. അയാളെ പഴങ്കഞ്ഞി കുടിച്ചിട്ടായിരിക്കും വളർന്നത്. ഞാൻ അങ്ങനെയല്ല, നല്ല ഭക്ഷണം കഴിച്ചു തന്നെയാ. നീ ഒന്ന് പതുക്കെ പറ. ദേ, എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. ആ പഴങ്കഞ്ഞി കൂടി എന്റെ പത്രാസ് ഉണ്ട്. പ്രേമൻ എന്തിനാ ഓച്ചാനിച്ച് നിന്നത്? അയാളുടെ കാശ് കണ്ടിട്ടാ? അതിനേക്കാ പണം എന്റെ വീട്ടിലുണ്ട്. ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങേണ്ടതായിരുന്നു. കെട്ടിയതിന്റെ പിറ്റേന്ന് കെട്ടിയോള് പിണങ്ങി പോയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഓർക്കാഞ്ഞിട്ടല്ലമ്മേ, കല്യാണത്തിന് കാശ് കുറെ ചെലവായി, അമ്മ പാപ്പരടിച്ചിരിക്കണമെന്നൊക്കെ എനിക്കറിയാം. എന്നാലും അമ്മയുടെ കയ്യിൽ ഒരു 100 രൂപ കാണാതിരിക്കില്ല. കടായിട്ട് മതി, ഞാൻ തിരിച്ചു തരാവുന്നേ. നാണമില്ലേ നിനക്ക് കാശ് കടം ചോദിക്കാൻ? വട്ടച്ചില വെച്ചിട്ട് കൂടുന്നുണ്ട്. ആ, പെൻഷൻ കിട്ടട്ടെ, തരാം. എങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ശ്രമിക്കണം. 1-2 തവണ ജോലിക്ക് ശ്രമിച്ച് കിട്ടിയില്ലെന്ന് കരുതി നിരാശനാവരുത്. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും കരസ്ഥമാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകി മനുഷ്യനെ പാരിലേക്ക് അയച്ചത് ഈശ്വരൻ. കേട്ടിട്ടില്ലേ? പല വാതിലുകൾ മുട്ടുമ്പോൾ ഏതെങ്കിലും ഒന്ന് തുറക്കാതിരിക്കില്ല. ട്രൈ അഗെയിൻ. അത്യാവശ്യം വട്ടച്ചെലവിന് ഇത് കയ്യിലിരിക്കട്ടെ. ഏയ് വേണ്ട. അതിനെന്താ, എന്നെ ഒരു അന്യനായിട്ടാ കരുതിയത്? വെച്ചോളൂ. ഇന്ന് വരെ ചോദിക്കാതെ ആരും എനിക്കൊന്നും തന്നിട്ടില്ല. ഇതേവരെ ചോദിക്കാനോ കൊടുക്കാനോ എനിക്കാരും ഉണ്ടായിട്ടില്ലല്ലോ. പറ്റുമെങ്കിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ? നമ്മുടെ ഓഫീസില് ഒരു അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് ഒഴിവുണ്ട്. അത് ബാലേന്ദ്രന് കൊടുത്താലോ? ഏത് ബാലേന്ദ്രൻ? നിന്റെ ബ്രദർ. അത് ശരിയാവില്ല. എന്താ? അതെ, ഈ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും അവനവന്റെ സ്ഥാപനത്തിൽ നിയമിച്ച പ്രോബ്ലം ആകും. എന്ത് പ്രോബ്ലം? 10-20 എടുത്ത് ചോദിക്കാൻ പറ്റുമോ? 10-20 എടുത്ത് എന്തിനാ ചോദിക്കുന്നത്? പോട്ടെ എന്ന് വിചാരിക്കണം. 20,000-30,000 ആയാലോ? അത് പ്രോബ്ലം ആവും. ആ, അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, സ്വന്തക്കാരായാലും വീട്ടുകാരായാലും നിർത്തേണ്ടടുത്ത് നിർത്തിയാലേ
ശേഖരേട്ടന് റെസ്പെക്ട് കിട്ടും. കൊച്ചു കൊച്ചു പിണക്കങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടാകാറുള്ളപ്പോഴൊക്കെ ഞാൻ കരുതി സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന്. അതൊക്കെ മനസ്സിൽ കൂട്ടിവെച്ച് പക തീർക്കുകയാണല്ലേ. ശംഖു, സൂക്ഷിച്ചു വെക്കാൻ പറയൂ. സൂക്ഷിച്ച് ഓ, എന്റെ മോളുടെ ഒരു തലയിലെഴുത്തേ. അല്ലെങ്കിൽ പിന്നെ ഈ ഏസിയും ചുമന്നുകൊണ്ട് അവിടെ വരെ പോവേണ്ട ഗതികേട് നമുക്കുണ്ടാവോ? ഇന്ന് ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വന്ന പിന്നെ ഞാൻ അങ്ങോട്ട് അവരെ അയക്കുകയില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. തന്നെ ഇഷ്ടം കാട്ടി പോയതല്ലേ, കുറച്ച് അനുഭവിക്കട്ടെ, എന്നാലേ അവള് പഠിക്കൂ. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നിയാ ചിലപ്പോ അത് അവൾക്കൊരു ആശ്വാസവും. പെട്ടെന്ന് തളർന്നു പോകുന്ന സ്വഭാവക്കാരൊന്നും അല്ല എന്റെ മോള്. ഒന്നുമില്ലെങ്കിലും എന്റെ വയറു ഗുണം കാണിക്കാതിരിക്കുമോ? എന്റെ വയറുഗുണം കാണിച്ച് എന്തെങ്കിലും വരുത്തി വെക്കുമെന്നാ എന്റെ പേടി. എന്താ ഈ മുറി കയറാതെ പോണത്? ഞാൻ തൂത്തുവാരിക്കോട്ടെന്ന് കരുതിയിട്ടാ? അങ്ങനെയൊന്നുമില്ല. ആ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തിട്ടേര്. തന്നെത്താനങ്ങ് ചെയ്താലെന്താ? ഒരു മുതലാളിച്ച് ഇറങ്ങിയിരിക്കണു. എന്താ പെണ്ണേ, നിന്റെ ചേട്ടത്തിയോട് ഇപ്പോഴേ പോര് തുടങ്ങിയോ? ആജ്ഞാപിക്കലും പറച്ചിലും കേട്ടാ തോന്നും ഞാൻ അവളുടെ വേലക്കാരിയാണെന്ന്. അവളോ? അങ്ങനെയൊന്നും വിളിക്കരുത്. ചേട്ടത്തിയമ്മയ്ക്ക് അമ്മയുടെ സ്ഥാന. ആ പെരുമാറ്റേ തിരിച്ചും വേണം. അമ്മ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? അലക്കാൻ. അതൊക്കെ ചേട്ടത്തി ചെയ്തോളും. ഇതാരുടെ അടി? അതെന്റെയാ. ആ, നിന്നെ പോലെ തന്നെയാ എനിക്ക് അവളും. എന്റെ വയറ്റി പറന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഈ നാത്തുംപോരൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ആ, മാധവി ചേച്ചി എങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ നാത്തും പോരല്ല, ഒരു യുദ്ധം തന്നെ ഇവിടെ കഴിഞ്ഞേനെ. പിന്നെ പിടുങ്ങിയാണോ പോകുന്നത്? കല്യാണത്തിന് വന്നപ്പോ അമ്മായിമ്മയും വരോളും അടേ ചക്കരെ പോലെ ആയിരുന്നല്ലോ. ആ തള്ളക്ക് വീണ്ടും ചൊറിച്ചിൽ തുടങ്ങി. എന്നാ നിനക്ക് അവിടെ വൃത്തിയായിട്ട് മാറ്റി കൊടുക്കാമായിരുന്നില്ലേ? മാന്തല്ല, ആ മോന്തയ്ക്കൊരു തേമ്പാ കൊടുക്കേണ്ടത്. ആർക്കിട്ട് കൊടുക്കുന്ന കാര്യം ചേച്ചി പറയുന്നേ? എന്റെ അമ്മായിമ്മയില്ലേ, ആ മന്ദർ തള്ളക്കിട്ട്. അവര് നിന്റെ കല്യാണം കൂടാനൊന്നും അല്ല വന്നത്, ഇവിടുത്തെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനാ. സാമ്പാറിന് ഉപ്പ് കൂടി, പായസത്തിന് മധുരം കുറഞ്ഞു, പുളിശ്ശേരിക്ക് പുളി കൂടി, എരിശ്ശേരിക്ക് എരി കൂടി. ഓ, പിന്നെ അവരെ സിംഹാസനത്തിലെത്തി ആരും ആദരിച്ച് വണങ്ങിയില്ലെന്ന പരാതി വേറെ. എന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞാ എനിക്ക് സഹിക്കില്ല. സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പിന്നെ കുഞ്ഞനീത്തയാണ് പൊന്നനീത്തയാണ് എന്നൊന്നും എന്നോട് പറഞ്ഞേക്കരുത്. ഏറ്റവും ഇളയതല്ലേ, അവളെ കുറച്ച് ലാളിച്ചാണ് വളർത്തിയത്. എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചൂടെ? അയ്യോ, എന്റെ പുതിയ സാരി അത് 10,000 രൂപ വിലയുള്ളതാ. വെള്ളത്തിൽ മുക്കി കുത്തിപ്പിഴിഞ്ഞ അതിന് പണി കഴിഞ്ഞു. അതലക്കണ്ട. സാരമില്ല മോളെ, ഞാൻ അലക്കാം. അലക്കണ്ടെന്നല്ല പറഞ്ഞത്. ആരലക്കിയാൽ എന്താ മോളെ, വെളുത്താ പോരെ. ഈ തളക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ലേ? എന്തെങ്കിലും പറ്റിയോ അമ്മേ? എന്താ ഇത്? ഇത്രയും വില കൂടിയ സാരി ഡ്രൈവേഷനോ കൊടുക്കേണ്ടത്? ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിവരം വേണം. എന്റെ ഭാര്യത്തല്ല നീ ആരാടാ? ഞാനൊരല്പം താമസിച്ചതേ ചേട്ടനെ ഇറക്കട്ടെ ഒന്ന് പൊട്ടിക്കുന്ന കരുതിയാ. എന്റെ അമ്മയെ തള്ളിയിട്ട് വിള ഞാൻ. വേണ്ട, ഒരെണ്ണം മതി. നീ ഈ അമ്മയുടെ വയറ്റിൽ പറഞ്ഞ മകനാണെന്ന് തെളിയിക്കാൻ. അയ്യോ അയ്യോ, എന്റെ മോളെ എല്ലാരും കൂടെ ഇവിടെ തല്ലി കൊല്ലുകയാണോ? ഇവരിട്ട് എന്റെ കൊടുക്കാൻ ഇവിടെ ആരില്ലേ? എടാ പ്രേമേന്ദ്ര, നോയിക്കൊണ്ട് നിൽക്കുകയാണോ? അതെ, ബഹളം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ മകൾ ചെയ്ത വലിയൊരു തെറ്റിന് ഒരു ചെറിയ ശിക്ഷ കൊടുത്തു, അത്രേ ഉള്ളൂ. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ തല്ലാനാണോ ഈ തള്ളയും കൂടെ കൂട്ടു നിൽക്കുന്നത്? എന്റെ അമ്മയെക്കുറിച്ച് മിണ്ടിപ്പോരുത്. ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ പോലും അമ്മയോട് ഈ മറുവാക്ക് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങളുടെ അമ്മ ഇവിടെ എന്താ ചെയ്തെന്നറിയോ? അപ്പൊ എന്റെ 10,000 രൂപയുടെ സാരിയോ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ വില കൂടിയ സാരി നനയ്ക്കാൻ പാടില്ലെന്ന്? അമ്മയേക്കാൾ വലുതാണോ ഒരു സാരി? മാധവി, നീ സംസാരിക്കണ്ട, അകത്ത് പോ. വിശാലാക്ഷി, എനിക്കൊരു തെറ്റുപറ്റി. തെറ്റുപറ്റിയത് എനിക്കാ. ഈ അലവലാതി കുടുംബത്തിലേക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തത്. അലവലാതി കുടുംബം ആർക്കാണെന്ന് കണ്ടാൽ അറിയാം. ഒരു ചുരിദാറും വലിച്ചു കയറ്റി കൂളിംഗ് ഗ്ലാസും വെച്ച് പ്രായം മറന്നുള്ള നിങ്ങളുടെ ഈ നടപ്പ് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുക അലവലാതിയാണെന്നേ. മാധവി, അമ്മയൊന്നും മിണ്ടായിരുന്നേ. ഞങ്ങളുടെ കുടുംബത്തിക്കാർ ഞങ്ങളെ ഭരിക്കാൻ ഇറങ്ങി പോകാൻ ആണല്ലോ എന്ന് കേട്ടിരിക്കാൻ വേറെ വണ്ടിയില്.
പ്രേമേന്ദ്ര, പ്രശ്നം വഷളാക്കാതെ തന്റെ ഭാര്യയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. പ്രേമേന്ദ്രൻ എല്ലാം മനസ്സിലായി. നിനക്ക് ഭാര്യയോടൊത്ത് ജീവിക്കണമെങ്കിൽ ഞാൻ ശീതനമായിട്ട് തന്ന ആ മാരുതി കാറെടുത്ത് എന്റെ പിന്നാലെ പോരെ. കേറി കാറില്. സാവകാശം ഒന്ന് ആലോചിച്ച്. നീ ആലോചിക്കാനൊന്നുമില്ല. ഞാൻ ഈ കുടുംബം കുളം തോണ്ടും. ഏടിയകത്ത് പ്രേമ പോകരുത്. വരുന്നില്ലേ? പ്രേമ പ്രേമ ശേഖരൻകുട്ടി അവൻ പോണ കണ്ടില്ലേ? അമ്മ പുല്ലാരിച്ചു വളർത്തിയ മൂത്ത മോന് ഇവൻ നട്ടല് കൊടുത്തില്ലെന്ന് കരുതിയാ മതി. മായാദേവി വലിയ തറവാട്ടുകാരാ. മൂത്തവരൊക്കെ കെട്ടിയിരിക്കുന്നത് നല്ല കാശുള്ള കുടുംബത്തിന്നാ. കുട്ടി കൊള്ളാം. അപ്പൊ ഇത് ആലോചിക്കാം. ഒന്നും ആലോചിക്കണ്ട. അവൻ കെട്ടേണ്ട പെണ്ണിനെയൊക്കെ ഞാൻ പണ്ടേ നിശ്ചയിച്ചിട്ടുണ്ട്. സുലോചന ഗൾഫിൽ നിന്ന് വന്നിട്ട് മതി രഘുവിന്റെ കല്യാണം. ഞാനേ എന്റെ ആങ്ങളേക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഈയിടെ നിന്റെ ആങ്ങളോട് കല്യാണത്തെ കുറിച്ച് സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞത് കുറച്ചുകൂടി കഴിയട്ടെന്നാ. അവളെ ഒരു കറവപ്പശുവായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്നത്. അവള് സമ്പാദിച്ചു കൂട്ടണ മുഴുവൻ ആർക്ക് വേണ്ടിയാ? നമ്മുടെ മോനാ. അവൾ അവിടെ രഘുന്ന് വിചാരിച്ചോണ്ടിരിക്കുക. എന്നെ പറ്റി ആരും ഒന്നും വിചാരിച്ചു എങ്ങും ഇരിക്കണ്ട. എന്റെ വാക്ക് കേൾക്കാതെ ഗൾഫിൽ പോയ അവളെയും അവളുടെ കാശും എനിക്ക് വേണ്ട. ഗൾഫിൽ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണെന്ന് നാട്ടിലൊരു ശ്രുതി. നാട്ടുകാര് പലതും പറയും. ഈ നാട്ടുകാരുടെ മുന്നിൽ കൂടെ വേണ്ടേ ഞാനവിടെ കെട്ടിയാലും കൊണ്ട് നടക്കേണ്ടത്? അത് ശരിയാ. ഇതൊന്ന് നോക്കി. നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. ഇത് തിരക്കടില്ല. രഘു, ഞാൻ പറഞ്ഞത് കേക്ക്. വേണ്ട, ഇത് തന്നെ ആലോചിച്ചാൽ മതി. അമ്മ എന്തിനാ ഓട്ടോയിൽ വന്നത്? പറഞ്ഞിരുന്നെങ്കിൽ കാർ അയക്കുമായിരുന്നല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. ഒരു ടാക്സി പിടിച്ചെങ്കിലും പോരായിരുന്നു. കാശ് ഞാൻ കൊടുത്തേനെ. ഓട്ടോറിക്ഷയിലേക്ക് ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് മോശ. അതുകൊണ്ടാ. എടാ രാമ, നീ ഇവിടെ എന്തെടുക്കാ? നിന്നോട് പുല്ലി എത്താൻ പറഞ്ഞിട്ട് ചെത്തിയോ? ഒന്നിനും ഒരു ഉത്തരവാദിത്വമില്ല. അമ്മ വാ. കല്യാണി, എടി കല്യാണി, എന്താടി ഇത്? നീ ഇവിടെ തൂത്തുവാരിട്ട് പോയതല്ലേ? എന്നിട്ട് എന്താ ഈ കിടക്കുന്നത്? എല്ലായിടത്തും എന്റെ കണ്ണെത്തണമെന്ന് വെച്ചാൽ കുറെ കഷ്ടാണേ. മുറ്റത്തൊരു പ്ലാവിനെ വീണ കെട്ടിയിടാത്ത പെണ്ണ് കണ്ടുപിടിച്ചു. ജോലിക്കാർ ഒത്തിരി ഉണ്ട്. എല്ലാത്തിനും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കുറച്ച് പാട് തന്നെയാ. എന്തൊരു തണുപ്പാ. AC നിനക്ക് ശീലമില്ലാത്തല്ലേ? എനിക്കാണെങ്കിൽ AC ഇല്ലാണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റാണ്ടായി. എന്തോ ഒരു സാരി ചേച്ചിക്ക് തുണിക്കടയിൽ ഇരിക്കണ മാതിരി ഉണ്ട്. ഇത് കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം അപ്പുറത്തെ മുറിയില്ല. ചേച്ചി, ഇതിന്ന് ഒരു സാരി എനിക്ക് തരുമോ? ഇതിന്നൊന്നും ചോദിക്കണ്ട. അല്ലെങ്കിൽ തന്നെ 500 എണ്ണം തികയാൻ 3 എണ്ണം കൂടി വേണം. ആ വിഷമത്തിലാ ഞാൻ. ഞാൻ വെറുതെ ചോദിച്ചല്ലേ. നിനക്ക് ഉടുത്ത് പഠിക്കാനേ വില കുറഞ്ഞ ഒരെണ്ണം ഞാൻ വാങ്ങിത്തരാം. നീ ഒന്നും അവക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട. അവക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. ഇതാരമ്മയോ? എന്താ മായേ നിന്റെ മുഖത്തൊരു വാട്ടം? എന്റെ ശ്രീമതി വല്ല പത്രാസം കാണിച്ചോ? നീ എന്താ നോക്കി നിൽക്കുന്നത്? പോയി ചായ എടുക്കടി. ഇവക്ക് ഒരാലോചന വന്നിട്ടുണ്ട്. പെണ്ണിനെ അവർക്ക് ഇഷ്ടമായി. നല്ല ആലോചനയാണെങ്കിൽ കേമമായിട്ട് തന്നെ നടത്തണം അല്ലേ? അതിന് പ്രേമേന്ദ്രനെ അറിയിക്കണം. അമ്മ എന്ന് വിളിച്ച അവൻ വരും. അവന്റെ കുഞ്ഞനീത്തിയുടെ കല്യാണമല്ലേ? അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സ്റ്റുഡിയോയിൽ ആദ്യം പോയത്. അപ്പൊ അത് പൂട്ടിയിട്ടിട്ട് ഒത്തിരി നാളായെന്ന് അറിഞ്ഞു. സ്റ്റുഡിയോയിൽ കിട്ടുന്ന കാശ് ഞാൻ ഇവന് ഒട്ടച്ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ. പ്രേമേന്ദ്ര, നല്ല കാറ്, ഇതുപോലെ ഒരു കാറ് മോക്കൊന്ന് വാങ്ങിക്കണം. മോനെ, ഇവക്കൊരാലോചന വന്നിട്ടുണ്ട്. നല്ല കുടുംബക്കാരാ. എന്താടി കൊച്ചേ, നീയും വളച്ചെടുത്ത് ഒപ്പിച്ചതാണോ? അതാണല്ലോ പാരമ്പര്യം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയത്? ഞങ്ങൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാനാ? അങ്ങനെ പറയരുത് മോളെ. നിങ്ങളെ തിരിച്ചു വിളിച്ചോണ്ട് പോകാനും കൂടി അമ്മ വന്നത്. പ്രധാന കാര്യം അതല്ല. ഈ പെണ്ണിന്റെ കല്യാണ ആവശ്യം വന്നപ്പോ പ്രേമേന്ദ്രനെ വേണം. അതിനാ. അത് തന്നെ. കല്യാണ ആവശ്യമല്ല, മരണമായാലും ശരി. ഞങ്ങൾ ആ കുടുംബത്തിൽ കാല് കുത്തണമെങ്കിൽ എന്നെ തല്ലി ആ തെണ്ടി ഇവിടെ വന്ന് മാപ്പ് പറയണം. അതല്ല, ഇനിയിപ്പോ വല്ല സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചിട്ടാണെങ്കിലേ എന്തെങ്കിലും ഒരു സംഭാവന ഞാനും തരാം. പണത്തേക്കാൾ വലുത് ബന്ധങ്ങളാണെന്ന് മറക്കരുത്.
ഇവളുടെ കൈ പിടിച്ചു കൊടുക്കാൻ മൂത്തൊരാങ്ങള. അത്ര എന്റെ മോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പ്രേമചന്ദ്ര, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വരാം. ബാലേന്ദ്രൻ വന്ന് ഇവളോട് മാപ്പ് പറയട്ടെ. ചേട്ടത്തി നമ്മുടെ അമ്മയെ തള്ളിയിട്ടത് തെറ്റല്ല അല്ലേ? എന്റെ ബാലേട്ടനൊരു അബദ്ധം പറ്റി. ചേട്ടത്തിയുടെ കർണ തന്നടിച്ച ആ അടി ചേട്ടനിട്ടായിരുന്നെങ്കിൽ കുറച്ച് ഗുണം ചെയ്തേനെ. പിന്നെ എന്റെ കല്യാണം നടത്താൻ തീരെ നിവൃത്തിയില്ലാതെ പിരിവിന് വേണ്ടി വന്നതൊന്നല്ല ഞങ്ങള്. എന്റെ അമ്മ എന്റെ പേരിൽ ഒരു ലേലച്ചിട്ട് ചേർന്നിട്ടുണ്ട്. അത് വിളിച്ചെടുക്കും, കല്യാണം അന്തസ്സായിട്ട് നടത്തുകയും ചെയ്യും. പിന്നെ നിങ്ങളൊക്കെ കല്യാണത്തിന് പങ്കെടുത്തില്ല എന്ന് കരുതി എന്റെ കല്യാണം എങ്ങാനും മുടങ്ങി ഞാനൊരു കെട്ടാ പെണ്ണായിട്ട് നിന്ന് പോയാ അങ്ങനെ നിക്കട്ടെ. എന്നാലും ശാരദ ടീച്ചറുടെ ഇളയ മോളാണെന്നുള്ള അഭിമാനത്തോടെ തന്നെ ആ വീട്ടിൽ ഞാൻ എന്നും കഴിഞ്ഞോളാം. അമ്മേ, 1,90,000 രൂപ. 1,85,000. 1,85,000. 1,85,000 രൂപ. 1,85,000. 1,80. 1,80,000 രൂപ. 1,75. ലേലം ഉറപ്പിച്ചോളൂ. 1,75,000 ഒരു തരം. 1,75,000 രണ്ട് തരം. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 1,75,000. 1,50,000. രൂപയ്ക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇന്നലെ ടീച്ചറിന്റെ മോളെ ചിട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർമ്മിച്ചത്. വളരെ താങ്ക്സ് കേട്ടോ. 1,50,000 ഒരു തരം. 1,45. 1,30. വിശാലാക്ഷി, വൈരാഗ്യം തീർക്കരുത്. കല്യാണാവശ്യത്തിനുള്ള കാശ്. ഒന്നുമല്ലെങ്കിലും നമ്മള് ബന്ധുക്കളാ. ബന്ധങ്ങളെക്കാൾ എനിക്ക് വലുത് പണമാ. 1,30,000 ഒരു തരം. 1,30,000 രണ്ട് തരം. 1,25. 1,00,000. ഒന്നും തോന്നരുത്. ഞാനൊരു പുതിയ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉടനെ ഡെലിവറി എടുക്കണം. കുറച്ച് രൂപയുടെ കുറവുണ്ട്. 1,00,000 ഒരു തരം. 1,00,000 രണ്ട് തരം. 1,00,000 മൂന്ന് തരം. എങ്കിൽ ഞാൻ വരട്ടെ ടീച്ചറെ. കല്യാണത്തിന് ക്ഷണിക്കുമ്പോ എന്റെ പേര് മറക്കണ്ട.